നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടുകൂടി ലെറ്റ്സ് വെൽക്കം പ്രജോദ് ചേട്ടാ, രാജൻ ചേട്ടാ, നസീറിക്ക. നമ്മൾ ഇന്ന് പൊളിക്കാൻ പോവാണ്. അതേപോലെ ചിരിക്കുന്നു, തകർക്കുന്നു. അടുത്തൊരു 1 മണിക്കൂർ നമ്മൾ ഓക്കെ. ആദ്യത്തെ സ്കിറ്റ് ഷജീറുണ്ട്, ദീപ്തി ഉണ്ട്, ചിത്തൻ ചേട്ടൻ. നേരം പുലരും മുൻപേ മാനം വെളുക്കും മുൻപേ വേഷം പകർന്നും കൊണ്ടിക്കാലം എങ്ങോട്ട് ആരും നടുങ്ങുന്നില്ല, ഖേദം അടിക്കുന്നില്ല. എത്ര കാലം അങ്ങനോട് ഈ അലക്കലെടുത്ത് അടുക്കള മുറ്റത്തോട്ടൊന്ന് ഇട്ട് തരാൻ പറഞ്ഞ അങ്ങേർക്ക് അതിനൊന്നിനും നേരെയില്ല. ഇപ്പൊ വാക്കളോ കണ്ടവന്റെ പറമ്പി വന്ന് അലക്കല് വെച്ച് അലക്കേണ്ട ഒരു അവസ്ഥയെ. സുലോചനെ, അത് ശരി, ഇവിടെ ഒന്ന് തുണിയലക്കമായിരുന്നാ? അതെ, ഈയിടെയായിട്ട് നീ ഉണ്ടാക്കുന്ന ഭക്ഷണമില്ലേ, എന്നാ ടേസ്റ്റാന്നറിയാവോ? ഇപ്പൊ തന്നെ മേശപ്പുറത്തിന്റെ അബലൂസ് പൊടി. ഞാൻ അവലൂസ് പൊടി ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. എവിടെ നോക്കട്ടെ. എന്റെ ദൈവമേ, അവലൂസ് പൊടിയാണെന്ന് പറഞ്ഞ് ബാക്കിയുണ്ടായിരുന്ന സോപ്പ് പൊടി എടുത്തിട്ട് പിഴുകിയ. നിങ്ങൾ പേടിച്ചു ഒരു കുടുംബത്തിൽ സാധനം മേടിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടല്ലോ ചേട്ടാ ഇപ്പൊ. ഒരു മനുഷ്യനായ ഒരബദ്ധമൊക്കെ പറ്റും. ഒന്നാ 2 കഴിഞ്ഞ ദിവസം തന്നെ ചുട്ട പറങ്ങാണ്ടിയാണെന്ന് പറഞ്ഞ് ഞാൻ അടുപ്പിലിട്ട് കനലടക്കം നിങ്ങൾ വാരി വിഴുങ്ങിയില്ലേ. ഒരു മനുഷ്യനാകുമ്പോഴത്തേന് 2 അബദ്ധമൊക്കെ പറ്റുമെന്ന്. 2 എന്റെ ചേച്ചിമാരെ നിങ്ങൾ കേൾക്കും. നമ്മുടെ ടിവിയിലെ പരസ്യത്തിൽ കുളിക്കുന്ന സോപ്പ് കാണിക്കൂലേ, അതിൽ അണ്ടിപ്പരിപ്പും കുങ്കുമപ്പൂവും ബദാമൊക്കെ ഉണ്ടെന്ന് പറയും. അതെടുത്ത് തിന്നിട്ട് 5-8 ദിവസം വയറിളക്കം പിടിച്ചിങ്ങനെ കിടപ്പായിരുന്നു. അതവള് ഡ്രിം ചെയ്ത് പറഞ്ഞതാ, വയറിളകി കിടക്കുമായിരുന്നു. ഞാൻ പതയുടെ പുറത്ത് എത്ര ദിവസമാണെന്നറിയായിരുന്നത്. പിന്നല്ല, അതെ ഞാൻ പറയിട്ടെന്ന്. എനിക്ക് വിശക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും വിഷമം വരുമ്പോഴേ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നുപോകും. അതാണ്. അമ്മ, ഓ എന്താ പറഞ്ഞേ? ആ മേശപ്പുറത്തിരുന്ന സ്ട്രോബെറിയുടെ മണമുള്ള റബ്ബർ എന്തേ? അതും എടുത്ത് വെച്ച് അതിപ്പോ അവൾക്കും അല്ലായിരുന്ന. ചുമ്മാതല്ല, ഞാൻ ചവച്ചിട്ട് വീർപ്പിക്കാൻ നോക്കിയിട്ട് വീർക്കാഞ്ഞത്. ഇനി എങ്ങനെ പോവും? 2 നേന്ത്രപ്പഴം കഴിച്ചാൽ ഷുറന്ന് പറഞ്ഞു പോകും. അതല്ല, കൊച്ചു നാളെ എങ്ങനെ സ്കൂളിൽ പോകും ചേട്ടാ? നാളെ ഓട്ടോയിലല്ലേ പോകുന്നത്, കൊച്ചു ഓട്ടോയിൽ പോയിക്കോളൂ. ഓ, ഇങ്ങനെ ഒരു തീറ്റിപ്പൊട്ടൻ. വീട്ടിൽ പോട്ടാ എന്തിന്? എന്തായാലും നിങ്ങൾ വീട്ടിൽ പോണ കാര്യം പറഞ്ഞല്ലേ, ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ട് ഉച്ചക്കന്റെ വീട്ടിലോട്ടൊന്ന് പോവും. പോവാടി നീ? പോവാടി നീ? പോകുന്നല്ലേ പറഞ്ഞത്. എന്നാ ഞാനും വരും. എന്തിന്? നിന്റെ വീട്ടിൽ അമ്പലത്തിൽ ഉത്സവല്ലേ, അവിടെ കരിമ്പും പൊരിയും പപ്പടവും പയറും പായസവും കൂട്ടി നമുക്ക് ചോറുണ്ടാവും അവിടുന്ന്. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീട്ടിൽ ചെന്നപ്പോ അമ്മായിയും കുഞ്ഞമ്മയും വല്യമ്മയൊക്കെ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞു. ഒന്നുമില്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, നമ്മുടെ മൂത്ത കൊച്ചിന് ഇത്ര വയസ്സായില്ലേ, ഇനി എന്ത് കാര്യത്തിനെ വെച്ച് താമസിപ്പിക്കണത്? നിങ്ങൾ എന്താന്ന് ശ്രമിക്കാത്തേന്നൊക്കെ ചോദിച്ചു പോ. ഞാനാണ് ശ്രമിക്കാത്തത്. ഞാൻ എല്ലാ ദിവസം വൈകുന്നേരം ഊണും കഴിച്ചിട്ട് ബെഡ്റൂമിൽ വരുമ്പോ ആ മൂത്ത കൊച്ചു അവിടെ കണ്ട് പറഞ്ഞ കാര്യം. അപ്പൊ എന്റെ കുഴപ്പം ഇനി അത്. അതെ, രണ്ടാമതൊരു കുഞ്ഞവിടെ കാര്യമല്ല അവര് പറഞ്ഞത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, ഇനി എന്തിനാടി അവനെ പെരടകത്ത് കയറ്റി ഇരുത്തി വെച്ചേക്കണത്? നല്ല തണ്ടും തടി ഉണ്ടല്ലോ, പണിക്ക് പറഞ്ഞു വിടാനാ അവര് പറഞ്ഞത്. അപ്പൊ എന്റെ തണ്ടും തടിക്കാണ് കുഴപ്പം. പിന്നെ നിങ്ങളോട് പ്രത്യേകം ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പറയൂ. നമ്മുടെ ഹൗസ് ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങോട് വരും, വീടിന്റെ വാടക മുഴുവൻ കൊടുത്തില്ലെങ്കിൽ വാതിലും പൊട്ടി താക്കോലും കൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് വാടകക്കാണ് താമസിച്ചോണ്ടിരുന്നത്. എന്റെ ദൈവമേ, വാടക കൊടുക്കാതെ ഞാനോർത്ത് സ്വന്തം വീട്ടിൽ താമസിക്കുന്ന പറഞ്ഞിരിക്കുവേ. അതെ, അങ്ങേരും ഇങ്ങോട്ട് വന്നിട്ട് വാടക കൊടുത്തില്ലെങ്കിൽ കെട്ടുങ്കെടുത്ത് കൊച്ചിനയുടെ കൂടെ ഇറങ്ങിക്കോന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകും? നിങ്ങൾക്ക് ഇതിനൊരു പേടിയില്ലേ? ഇത് നമ്മളാണ് പേടിക്കേണ്ടത്, അത് ഹൗസ് ഓണറാണ് പേടിക്കേണ്ടത്. നമ്മളടുത്ത് വന്ന് ഇറങ്ങാൻ പറയുമ്പോൾ നമ്മൾ ഇറങ്ങൂല, വാടക കൊടുക്കാൻ പറയുമ്പോൾ കൊടുക്കൂല. അതിന് നെഞ്ചുരുകി അവൻ പേടിക്കണം, അവനാണ് പേടിക്കേണ്ടത്, നമ്മളല്ലേ പേടിക്കേണ്ടത്. അതെ 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 അതെ, ഞാൻ വാടകയ്ക്ക് ഒരു വീട് കൊടുത്തിട്ടില്ലേ, അവിടെ വാടക മേടിക്കാൻ വേണ്ടി പോണേണ്. പോയിട്ട് കാര്യമില്ല, തരൂല, എന്നാലും ചുമ്മാ ഒന്ന് പോവാ, അത്രേ ഉള്ളൂ. അയ്യോ അയ്യോ, ഫോൺ വിളിച്ചോണ്ട് ഹൗസ് ഓണർ വരുന്നുണ്ട് ചേട്ടാ. എന്തുവാടി? ഫോൺ വിളിച്ചോണ്ട് ഹൗസ് ഓണർ വന്നി. ഫോൺ വിളിച്ചോണ്ട് ഹൗസ് ഓണർ അല്ലേ വരുന്നത്, അല്ലാതെ ഫോൺ വിളിച്ചോണ്ട് ബുൾഡോസർ ഒന്നുമല്ലല്ലോ ഇങ്ങോട്ട് വരാൻ. നീ കിടന്ന് പേടിക്കാനായിട്ട് അതൊക്കെ ഞാൻ ചെയ്തോളാം. അവൻ എങ്ങനെ വരുത്തി കീർത്തണമെന്ന് എനിക്കറിയാം. അവൻ വീട്ടിൽ വന്നാ ഞാൻ ക്ഷമിക്കും, പക്ഷെ എന്റെ പുട്ടുമുട്ടയിലും തൊട്ട് അവന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കുന്നു. അയ്യോ അയ്യോ, ഞാനൊന്ന് ഒളിക്കട്ടെടി. അല്ല, ആരാണിത് ഇവിടെ എത്ര കാലോ ചേട്ടാ കണ്ടിട്ട്? ചേട്ടാ നിങ്ങൾ വരാത്ത? നമ്മളേ ഈ അയൽവക്കത്ത് താമസിക്കുന്ന ആൾക്കാരല്ല, എന്റെ വീട് കുട്ടിക്കാനത്താണല്ല. എനിക്ക് റബ്ബർ തോട്ടമുണ്ട്, ഏലത്തോട്ടമുണ്ട്, അവിടെ പണിക്കാരുണ്ട്. അവർ ഇട്ടിരുന്ന് എനിക്ക് വരാൻ പറ്റൂല. വാടകയുടെ കാര്യമല്ലോ ഓർമ്മയുണ്ടാ? പിന്നെ ചേച്ചിയും പിള്ളേരൊക്കെ എന്തെടുക്കുന്നത്? നിങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വാടക തരണ കാരണം എന്റെ ഭാര്യ മക്കളൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇവിടെ കുഴപ്പമില്ല, അങ്ങനെ പോണ്. ആണാ? സുരേന്ദ്രൻ ഇവിടെ ഉണ്ടാവൂലേ? ഇല്ല, ചേട്ടൻ ഇവിടെ ഇല്ല. ഞാൻ വരുന്നതിന് 2 മിനിറ്റ് മുമ്പായിരിക്കും അവൻ പോയത്. ഇപ്പൊ
അങ്ങോട്ട് പോയുള്ളൂ. ഇപ്പൊ അങ്ങോട്ട് പോയുള്ളൂ. ഇനിയിപ്പോ കുറച്ച് ദിവസം കണ്ട് വരില്ലായിരിക്കും അല്ലേ? ആ, ഒരു 5-6 ദിവസം പിടിക്കും. ആണോ? അല്ല, ഇതൊക്കെ ചേട്ടൻ എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും? അല്ല, ഞാൻ എപ്പോ വന്നാലും ഈ റൂട്ടിലാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയണത്. അതെ, ഞാൻ ഇവിടെ വന്നത് വാടക മേടിക്കാനാണ്. വാടക തന്നില്ലെങ്കിൽ വീടും പൂട്ടി താക്കോലിട്ട് പോവാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവൻ ഇവിടെ ഇല്ലല്ലോ. ഇല്ല ചേട്ടൻ ഇവിടെ ഇല്ല. അവൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവൻ വരുമ്പോ ഞാൻ വന്നോളാം. അല്ലെങ്കിൽ അവനോട് ഗൂഗിൾ പേ എങ്കിൽ പൈസ ചെയ്യാൻ പറയട്ടാ. ആ, ശരി എന്നാ. എന്താ ഇവിടെ സൗണ്ട് കേട്ടപ്പോ? അലക്കട വെള്ളം വീഴട്ടെ തലയില്. അത് ശരി. അപ്പൊ ഇതാണ് ഇവിടെ പരിപാടി. ഞാൻ ഇല്ലാത്ത സമയം നോക്കി എന്റെ വീട്ടിന്റെ പറമ്പിൽ നിങ്ങൾ കാച്ചിൽ നട്ടല്ലേ? ചേട്ടൻ 2 മൂട് കാച്ചിൽ പറിച്ചൊക്കെ പുഴുങ്ങി തിന്നാലാ ചേച്ചിക്ക് പിള്ളേർക്ക്. വാടകയോ കിട്ടില്ല, 2 മൂട് കാച്ചിലേക്ക് കാച്ചിൽ. കൊണ്ടൊക്കെ ഇത് കാച്ചിലല്ല, കാലാണിത്. കാലാണിത്. അത് കാലാണിത്. അത് പിന്നെ സുരേന്ദ്രന്റെ അമ്മ വന്നിട്ടുണ്ടാ? ഞാൻ ഇതുവരെ സുരേന്ദ്രന്റെ അമ്മനെ കണ്ടിട്ടില്ല. ഒന്ന് പരിചയപ്പെട്ടേക്കല്ലേ? സുരേന്ദ്രന്റെ അമ്മയാണോ? അതേടാ മോനെ. ആണോ? എപ്പോ വന്ന്? 2 ദിവസമായിടാ. ഞാനേ സുരേന്ദ്രനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. കണ്ടാ? കാണൂല്ല, അവൻ പിടി തരൂലല്ലോ. അവൻ പോയി കളയുമല്ല. കുറച്ച് വാടക തരാണ്ടായിരുന്നേ. അത് കിട്ടൂല. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ അവന്റെ എല്ലാ സ്ഥിതിക്ക് ഞാൻ കുട്ടിക്കാനത്തേക്ക് പോവുകയാണ്. ശരി ഏട്ടാ, ഞാൻ കുറച്ച് ദിവസം കണ്ടു വരാം. പോയിക്കോട്ടെ. ശരി മക്കളെ. എന്താണ്? മക്കളെ. പോവാണേ. എങ്ങനുണ്ട് എന്റെ ഐഡിയ? അവൻ വരുമ്പോ അവന്റെ എങ്ങനെ ഐഡിയ കൊള്ളാം. പോയില്ലായിരുന്നാ? പോയടാ. പോയിട്ട് ഇങ്ങനെ അതുവരെ ഇങ്ങനെ വന്ന്. ആണോ? എന്റെ അമ്മ എന്തിയാടാ? അമ്മ ഞാൻ വണ്ടി കയറ്റി ഓട്ടോ കയറ്റി വിട്ടിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ. ആണല്ലേ? അപ്പോഴേ അയ്യോ മിണ്ടല്ലേ, അമ്മയെ കൊണ്ടാക്കി വിഷമം. നിനക്ക് നല്ല വിഷമമാണോ? നിനക്ക് നിന്റെ വിഷമം പറയുമ്പോ എന്നോട് പറ. എനിക്ക് എന്റെ കുറെ വിഷമം പറയാണ്ട്. അങ്ങനെ എന്റെ വിഷമം ഏകദേശം തീർന്നു. പറ. തീർന്നാ? എത്ര നാളാണ് ഇങ്ങോട്ട് താമസിക്കാൻ തുടങ്ങി? എത്ര നാളാണ് നമ്മൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? 1.5 കൊല്ലം. 1.5 കൊല്ലം. എത്ര മാസത്തെ വാടക? എത്ര മാസത്തെ വാടക? 1.5 കൊല്ലത്തെ 1.5 കൊല്ലത്തെ കൊടുക്കാനുണ്ട്. കൊടുക്കാനുണ്ട്. തരാണ്ട് തന്നിട്ടില്ല. വീട് തന്നിട്ടില്ല. എടാ, ഞാൻ ഈ വീട് വാടകയ്ക്കുണ്ടല്ലോ. ഈ പെണ്ണിന്റെ കരച്ചിൽ കേട്ടിട്ടാണ് വാടകയുടെ കാര്യം. പോട്ടെ, നിങ്ങളുടെ കറണ്ടാണ് തിന്നണത്. അല്ല, നിങ്ങളുടെ കറണ്ടാണ് തിന്നണത്. അറിയാൻ പറ്റും. അതെന്റെ മോനെ വെച്ചൊരു വർത്താനം ഇയാളിപ്പോ. ഈ വീട്ടിലെല്ലാ ലൈറ്റും നിങ്ങൾ ഓൺ ചെയ്തിട്ടിരിക്കണം. അതാണ് നിങ്ങളുടെ കറണ്ട് ബില്ല് വരുന്നത്. നിങ്ങൾ, എനിക്ക് ബലമായ സംശയമുണ്ട്, ഞാൻ അറിയാണ്ട് ഈ വീട്ടിൽ നിങ്ങൾ AC വെച്ചിട്ടുണ്ട്. ഞാൻ പോന്റെ കാലത്ത് ഒരു പാന ഇവിടെ കിടപ്പുണ്ട്. അത് നമ്മൾ സ്വിച്ച് ഇട്ടൊന്ന് കറക്കണം. അതിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? സംക്രാന്തി 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 സംക്രാന്തി. പിന്നല്ലാണ്ട് ഈ ശബ്ദം കേട്ട് ഞങ്ങൾ എങ്ങനെ ഉറങ്ങാനാണ്? അത് എനിക്ക് നിങ്ങൾ വാടക തന്നാലും ശരി, ഇല്ലെങ്കിൽ ശരി, ഞാൻ ഈ വീടും പൂട്ടി താക്കോലും കൊണ്ടേ പോകും. ഞാൻ ഈ വീടും പൂട്ടി താക്കോലും കൊണ്ടേ പോകുള്ളൂ. എപ്പ ഇറങ്ങും? ആര്? നിങ്ങള്? ഞാനാ? ഞാൻ. നിങ്ങൾ എപ്പ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു? ഞാൻ ഇറങ്ങുന്നില്ല. ഇറങ്ങൂലേ? നിങ്ങൾ ഇറങ്ങണ്ട, ഞാൻ ഇറക്കിക്കോളാം. അതെ, ഞാൻ ഇറക്കിയിട്ട് വീടിന്റെ താക്കോലും കൊണ്ട് പോയി. എവിടെ കിടക്കാ? എവിടെ കിടക്കാന്നല്ലോ ചോദിച്ചത്. എവിടെ കിടക്കും കട്ടിൽ എവിടെ ഞാൻ ചോദിച്ചത്. കിട്ടിയാ? വിട്ടോ? താക്കോല് വേണം. താക്കോല്? എന്റെ വീടിന്റെ താക്കോല് കിട്ടിയാൽ പിന്നെ ഞാൻ ഈ വീടിന്റെ കാല് കുത്തല. അത് ശരി. അപ്പൊ താക്കോലിട്ട് തീരും പ്രശ്നം. താക്കോലിട്ട് തീരും പ്രശ്നം. താക്കോലാണ് തന്റെ പ്രശ്നം. താക്കോലാണ് പ്രശ്നം. അവർക്ക് താക്കോല പ്രശ്നം. നിങ്ങളുടെ വീടിന്റെ താക്കോല് വിട്ടോ? ചെല്ലു പോ. ഇത് ഞാൻ പൂട്ടിട്ട് പോരാ. പൂട്ടിയിട്ട് വരാം. നിങ്ങൾ എന്തിനാ താക്കോലെടുത്ത് കൊടുത്ത? നമ്മുടെ സാധനങ്ങളൊക്കെ പേരിടത്തിരിക്കണേ. കൊച്ചു വരുമ്പോ ഇവിടെ കയറി കിടന്ന് ഉറങ്ങും രാത്രി. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ടേ. വീട് പൂട്ടി താക്കോൽ എന്റെ കയ്യിലുണ്ട്. ഇനിയിപ്പോ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വാടക മുഴുവനായിട്ട് താ. അപ്പൊ ഞാൻ ഈ സാധനങ്ങൾ മൊത്തം തന്നേക്കാം കേട്ടോ. അത് ശരി. മാറ്. എന്നാ അവള് തല്ലിയ കണ്ടോ? നീ കണ്ട് എന്നിട്ട് നോക്കി നിക്കണമെന്നാണല്ലോ നീ. പട്ടിയെ പോലെ മേടിച്ചിട്ട് അവൻ എന്റെ അടുത്ത് മൂപ്പിക്കൊണ്ട് വരുന്നു. നീ എന്ത് വിചാരിച്ചു? ഞാനിവിടെ തിന്നും കുടിച്ച് കിടക്കുമ്പോ ഞാൻ എത്ര പൊട്ടനാന്ന് വിചാരിച്ച? എടി, ഞാൻ പൊട്ടനൊന്നുമല്ല. അവൻ അന്ന് വിളിച്ചു പറഞ്ഞില്ലായിരുന്നാ വാടക കൊടുത്തില്ലേ താക്കോലുമായിട്ട് പോകുന്നു വീടും പൂട്ടി? അന്ന് തന്നെ ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? ദൈവമേ, നല്ല പോലെ വിശപ്പുണ്ട്. എന്തേലും ഉണ്ടാക്കി താപ്പാ. ചിരട്ട ഇറക്കിക്കൊണ്ടുവാ. അതെന്തിനാ? എനിക്ക് വയ്യ. നല്ലൊരു കൈഡി, നല്ല സ്കിറ്റ്. കൊള്ളായിരുന്നു. രസമുള്ളൊരു സ്കിറ്റാണ്. ചില സ്കിറ്റുകൾ അതിൻ്റെ അകത്ത് ചിരിക്കാനൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ അവതരണ ശൈലിയിൽ അവതരിപ്പിക്കുന്നതിൻ്റെ രീതി വെച്ച് നോക്കുമ്പോൾ അത് കണ്ടിരിക്കാനൊരു മനസ്സിനൊരു സുഖം കിട്ടും. ഇതിപ്പോൾ ഒരു സാധാരണ വീട്ടിൽ നടക്കുന്ന ഒരു ചെറിയ സംഭവമാണ്, കുഞ്ഞൊരു സംഭവമാണിത്. ചിരിക്കാനില്ലെങ്കിലും ചിലത് കണ്ടുകൊണ്ടിരിക്കാൻ അത് ഫ്രെയിമിൽ വരുമ്പോൾ അതൊരു ബ്യൂട്ടി ആയിട്ട് തന്നെ ഇരിക്കുമെന്ന് പറയുന്നത്, അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആർട്ടിസ്റ്റിൻ്റെ അഭിനയ മികവ് കൊണ്ടാണ്. നിങ്ങൾ 3 പേരും വൃത്തിയായിട്ട് ചെയ്തതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. 3 പേരും വൃത്തിയായിട്ട് ചെയ്തു. ഒരുപാട് ഒച്ചയും ബഹളവും കാര്യങ്ങളൊന്നുമില്ല.
പക്ഷേ എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് കുറവുള്ളതെന്ന് അറിയാം. തമാശയുടെ ഭാഗമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ചുകൂടിയൊക്കെ തമാശകൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. നമുക്ക് അഭിനയ കഴിവ് മാത്രം പോരാ, ചിരിക്കുകയും കൂടെ വേണ്ടേ? അപ്പോൾ അതിനൊന്ന് ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രത്യേകത വൃത്തി ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ ഈ പറഞ്ഞ പോലെ. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഷെജീർ ഇച്ചിരി നേരത്തെ വരായിരുന്നു. നിങ്ങൾ തമ്മിലൊരു കോമ്പിനേഷൻ വന്നപ്പോഴാണ് ഇത്തിരി ഉണർവുണ്ടായത്. കാര്യം ആദ്യം നിന്ന് അവിടെ കളിക്കുന്നതിനകത്ത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കൗണ്ടറുകൾ നമുക്കൊരു പരിധിയുണ്ട്. പിന്നെ വടക്കാരൻ വന്നു കഴിഞ്ഞിട്ട് ആ പ്ലേ ഒക്കെ നന്നായിരുന്നു. ചിത്തൻ അമ്മയായിട്ട് അഭിനയിക്കുന്ന പരിപാടികൾ, ആ ഷെജീർ പോയി തിരിച്ചു വരുന്ന പരിപാടി, അങ്ങനത്തെ പ്ലേ ഒക്കെ നന്നായിരുന്നു. പക്ഷേ ഈ പറയുന്നത് മാർക്ക് കുറയുവാണെങ്കിൽ അത് കൗണ്ടറിൻ്റെ ഒരു കുറവ് കൊണ്ട് മാത്രമാണ്. കാര്യം നിങ്ങൾ നിന്ന് കളിക്കുമ്പോൾ കൗണ്ടർ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കും. കാരണം അങ്ങനെ ജില്ലെന്ന് നിന്ന് പ്ലേ എന്ന സാധനങ്ങളാണ്. 3 പേരും പ്ലേ നന്നായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ് 3 പേരും. താങ്ക് യു പ്രത്യേകത. ഷാജൻ ചേട്ടാ. ദീപ്തി, എന്തോ? ഷജീർ, ചിത്തൻ നന്നായിരുന്നു. തെറ്റില്ലാത്ത ഒരു സ്കിറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. സാധാരണ നിങ്ങൾ വരുമ്പോൾ ഒരുപാട് പൊട്ടിച്ചിരികൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്നത് പേഴ്സണലി എനിക്ക് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ ഓക്കെ സ്കിറ്റാണ്, രസമുള്ളൊരു സ്കിറ്റ് തന്നെ ആയിരുന്നു. പിന്നെ എവിടേക്കോ എന്തൊരു സ്ലിപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിത്തം വന്നതിന് ശേഷം എവിടേക്കോ ഒരു പ്രാക്ടീസിൻ്റെ കുറവോ അല്ലെങ്കിൽ എന്തോ ഒരു പറയുന്ന കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു ചിത്തൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ സാധാരണ അങ്ങനെ വരാറുള്ളതല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പറയുന്നത് പോലെ ചിത്തൻ വേറെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും ഇല്ലാതെ ഒരു വളരെ നോർമൽ അതെ നോർമൽ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. പക്ഷെ ഇവിടേക്ക് ഒരു സ്ലിപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ചിത്തൻ്റെ ഡയലോഗ് ഡെലിവറിക്കൊക്കെ. ചില സമയങ്ങളിൽ ദീപ്തിയുടെ ചില ഡയലോഗ്സ് ഒരു ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ ദീപ്തി. അത് എനിക്ക് തോന്നുന്നൊരു ചിലപ്പം ഒരു ഹൈ പിച്ച് കൂടിയിട്ടാണോ അതോ സ്പീഡ് കൂടിയിട്ടാണോ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഈ ദീപ്തിയുടെ ഏറ്റവും വലിയ ദീപ്തിയുടെ ഒരു അട്രാക്ഷനും ദീപ്തിയുടെ സ്ലാങ് തന്നെയാണ്. പക്ഷെ ചില സമയങ്ങളിൽ മനസ്സിലാവാത്തതും ആ സ്ലാങ്ങിൻ്റെ ഒരു സ്പീഡ് കൂടിയോട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ ചില സമയം അതൊന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ നന്നാവും തോന്നുന്നു. കാര്യം ആ ഒരു കൊച്ചിൻ സ്ലാങ് ആയതുകൊണ്ട് ചില ഡയലോഗ്സ് നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ ചില സ്ഥലങ്ങളിൽ ആ സ്പീഡ് ഒന്ന് കുറച്ച് പിച്ച് കുറച്ചാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഷജീർ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷജീറിന്റെ സ്റ്റൈൽ ഒരു പെർഫോമൻസ് ഒക്കെ നന്നായിരുന്നു. പക്ഷെ കൗണ്ടറുകൾ കുറച്ച് കുറവുകൾ ഇന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ടൈം വരുമ്പം ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാജു ചേട്ടാ. അപ്പൊ ഈ സ്കിറ്റിന്റെ മാർക്സ് പ്രചോദേട്ടാ? ഞാൻ ഒരു 7000 രൂപ കൊടുത്തു. 7000 രൂപ വാടക കൊടുക്കാനുള്ളതാണ് ഷാജൻ ചേട്ടാ. ഞാനൊരു 8000 രൂപ അവർക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ 15000 രൂപയായിട്ടുണ്ട്. നസീർക്ക? അല്ല, വാടക കൊടുക്കാനുള്ള ഞാൻ കൊടുക്കാം. കാര്യം 1.5 വർഷത്തെ വാടക, അതിന്റെ കുറച്ചെങ്കിലും കൊടുത്താൽ കുറെ നാൾ കൂടെ അവർക്കവിടെ താമസിക്കാമല്ലോ. അപ്പൊ അതിനുള്ളത് ഇന്നാ ടോട്ടൽ എമൗണ്ട് 30000 രൂപ. അപ്പം അടുത്ത പ്രാവശ്യം ഒരു ഗംഭീര സ്കിറ്റുമായിട്ട് വന്ന് ഒരുപാട് പൈസ വാങ്ങിച്ചിട്ട് പോവാം. ഓക്കെ, ഇപ്പൊ സന്തോഷമായില്ലേ? അപ്പൊ ഡിങ്ക ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. അടുത്ത ടീം കിഷോറേട്ടൻ വരുന്നു, അജേഷ് റാണിയുണ്ട്, അതേപോലെ ദേവി ലക്ഷ്മി. ഇത് ഐറ്റം വേറെ. എടാ രമേശ, നീ ഇന്നലെ കൊടുത്തുവിട്ട റേഷനരി ഇനി കൊടുത്തു വിടല്ലേ? അത് തിന്നിട്ട് എന്റെ കൊച്ചുപോൾ ഇവിടെ കിടന്നു കുന്തളിപ്പോടെ കുന്തളിപ്പ്. റബ്ബർ ബന്ധ് കുതിക്കുന്നത് പോലെ അവള് കുതിക്കുന്നത്. പിന്നെ അപ്പൂപ്പനെ ഞാൻ അപ്പൂപ്പാന്നല്ലാതെ ഫാസിലൊന്നും വിളിക്കാൻ പറ്റൂ? നിന്റെ അമ്മൂമ്മ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഇന്ന് വരെ എന്റെ മുഖത്ത് നോക്കി സംസാരിച്ചിട്ടില്ല, അറിയാമോ? ഈ വൃത്തിയേട്ട മുഖത്ത് നോക്കി അമ്മൂമ്മ എങ്ങനെ സംസാരിക്കാനാണ്? അല്ല, ഇത് അമ്മൂമ്മ പറഞ്ഞതാണേ. ഈ പറഞ്ഞ അമ്മൂമ്മ തന്നെയാണ് നിന്നെ വളർത്തി ഇങ്ങനെ വഷളാക്കുന്നത്. ചുമ്മാ അമ്മൂമ്മ എങ്ങനെ കുറ്റം പറയില്ല കേട്ടോ. അമ്മൂമ്മ ഇന്നസെന്റ് ആണ്. അപ്പൊ ഞാനാരടി? കാലകയൻ. പണ്ടെന്നെ കാണാനുണ്ടല്ലോ നല്ല പൂവമ്പഴം പോലെ ഇരിക്കായിരുന്നു, അറിയാമോ? അത് അമ്മൂമ്മ ഇപ്പോഴും പറയും. പൂവനില്ല, വെറും പഴം. അത് പിന്നെ അപ്പൂപ്പൻ പ്രായമായില്ലേ മക്കളെ? അപ്പൂപ്പ എങ്ങനെ പ്രായമായെന്ന് വിചാരിക്കരുത്. അപ്പൂപ്പ എന്നും രാവിലെ എണീറ്റ് ഒരു റൗണ്ട് ഒക്കെ ഓടിയിട്ട് വാ. എന്തിന്? അപ്പൊ അപ്പൂപ്പന്റെ ഈ ശരീരത്തിന്റെ ചേപ്പൊക്കെ ഒന്ന് ശരിയായി വരും. അയ്യോ, പണ്ടൊരു ദിവസം ഞാൻ ഓടി, നാട്ടുകാരെല്ലാം കൂടെ എന്നെ ഓടിച്ചിട്ട് തല്ലി. അപ്പൊ പോടുന്നതിന് എന്തിനാണ് നാട്ടുകാർ തല്ലണത്? ഞാനല്ലേ ഓടിയത്, എന്തോ മോട്ടിച്ചോണ്ട് ഓടുവാന്നും പറഞ്ഞു. എന്നാ പിന്നെ അപ്പൂപ്പനെ നടന്നൂടെ? അയ്യോ, ഇന്നത്തെ കാലത്ത് വെളുപ്പാൻ കാലത്ത് റോഡിൽ കൂടെ നടക്കാൻ പറ്റൂല. ഒന്നിട്ട് ഇപ്പുറം ഒന്നിടിക്കും, അല്ലെങ്കിൽ പട്ടി കടിക്കും. ഇതുപോലൊരു കുഴിമണിയൻ. നിന്റെ ഈ തക്കുത്തരം പറഞ്ഞൊരു കാര്യമാണ് നിന്റെ അപ്പനും അമ്മയും നിന്നെ അവിടെ നേരെ നോക്കാൻ വേണ്ടി നിർത്തിയിട്ട് അങ്ങ് ലോഹ ഇട്ടോണ്ട് പോയത്. ലോഹ ഇട്ടോണ്ട് പോയതെന്നാ? എന്റെ ഭഗവാനെ, ദോഹയിലോട്ട് പോയത്. എന്തായാലും ലോഹ പോലത്തെ എന്തോന്ന് ഇട്ടോണ്ടാണല്ലോ പോയത്. ശരിയാണ്,
അമ്മ ചുരിദാറും അച്ഛൻ ജുബ്ബയും ഇട്ടോണ്ടാണ് പോയെ. പണ്ട പോയ തെങ്ങായാലും എന്താ കായ്ബലം ഉണ്ട്. അല്ല അപ്പന് പ്രായമായിട്ട് ഇപ്പോഴും ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞതാ. അപ്പൂപ്പന് ബുദ്ധിയുണ്ടെന്ന് നീ സമ്മതിച്ചല്ല? ആ സമ്മതിച്ചു. അല്ല അപ്പൂപ്പ എന്ത്? എനിക്ക് ടൂറിന് പോണം. എന്നിട്ടാണ് നീ ഇവിടെ കിടന്ന് കുത്തി ചാടിയത്? ഒരു ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് മക്കള് പെട്ടെന്ന് പോ. എന്റെ കോമഡിക്കാരാ, അതാണോ ഞാൻ പറഞ്ഞേ? പിന്നെ എനിക്ക് പിക്നിക്കിന് പോണം. നിന്റെ ആ ടെക്നിക്ക് നീ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ എന്തായിരുന്നു വിഷയം? മാത്സ് ആയിരുന്നു വിഷയം. മാഷല്ലായിരുന്നു വിഷയം, നീ ആയിരുന്നു വിഷയം. നീ എന്തിനാണ് സ്കൂളിൽ പരീക്ഷയ്ക്ക് പാഠപുസ്തകത്തിൽ നിന്ന് പേജും പരിശീലി കൊണ്ടുപോയത്? അതിന്റെ കാരണം ടീച്ചറാണ്. ടീച്ചറാ? അപ്പൂപ്പ ഈ ആധാർ കാർഡിന്റെ കോപ്പി കൊണ്ട് ചെല്ലാൻ പറഞ്ഞതാര്? ടീച്ചർ. ഈ റേഷൻ കാർഡിന്റെ കോപ്പി കൊണ്ട് ചെല്ലാൻ പറഞ്ഞതാര്? അത് ടീച്ചർ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ടീച്ചർ പറഞ്ഞ പാഠപുസ്തകത്തിലെ പേജും കീറിക്കൊണ്ട് ചെല്ലായി? ടീച്ചറിന് തിരക്കല്ലേ അപ്പൂപ്പ, ചിലപ്പോ മറന്നുപോയതായിരിക്കും. അപ്പൊ ചോദിക്കുമ്പോ എടുത്ത് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. ഞാൻ ഇത്ര ചെയ്തുള്ളൂ, ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. അതിനാണ് ഈ ടീച്ചർ എന്നെ കിടന്ന് ഇങ്ങനെ കുറ്റം പറയണത്. എന്നിട്ട് കിലുക്കത്തിലെ ദേവത കളിച്ചെങ്കിൽ രക്ഷപ്പെടുകയാണല്ലേ? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് നിന്നെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? സ്കൂളിൽ പോയി എല്ലാ മത്സരത്തിലും പങ്കെടുത്ത് ഓരോ സമ്മാനങ്ങൾ മേടിക്കാനാണ്. എന്നിട്ടാണ് കഴിഞ്ഞ ശാസ്ത്രമേളയ്ക്ക് ടീച്ചർ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോണെന്ന് പറഞ്ഞപ്പോ അപ്പൊ എനിക്ക് എന്തോന്ന് ഉണ്ടാക്കി തന്നേ? 10 പഴംപൊരിയും 25 ഉഴുന്ന് വടയും. അത് തിന്നിട്ട് സാറന്മാർ എന്തൊരു അഭിപ്രായം പറഞ്ഞു? ഞാൻ ഭക്ഷ്യമേളക്കല്ല പോയത്, ശാസ്ത്രമേളക്കാണ്. ഇപ്രാവശ്യം ഇതുപോലത്തെ വല്ലതും ആണോ? അന്ന് അപ്പൂപ്പൻ ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലായിരുന്നു മക്കളെ. എന്തായാലും ഇപ്രാവശ്യം അപ്പൂപ്പ അടിപൊളി സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എവിടെ? സർപ്രൈസ് ആണ് ആയിരിക്കുന്നത്. അജി ഈ കീറ തുണിയാണോ ഞാൻ കൊണ്ടുപോണ്ടേ? അല്ല, അതിന്റെ അടിയില് തുറക്കുപ്പ. അല്ല ഇതെന്തോന്നപ്പൂപ്പ? ഇതാണ് ഡാമും പരിസര പ്രദേശങ്ങളും. ദാണ്ട നോക്കിയാണ് അപ്പൂപ്പന്റെ പെൻഷൻ പൈസ 10-60,000 കൂട്ടി വെച്ച് അപ്പൂപ്പ ഉണ്ടാക്കിയതാണിത്. തൊഴരുത്, അത് ഉണങ്ങിയിട്ടില്ല. അത് ഉണങ്ങി കഴിയുമ്പോ മക്കൾക്ക് തൊടാൻ കേട്ടാ. എന്തായാലും ഇപ്രാവശ്യം എനിക്ക് എന്നാ ഫസ്റ്റ്. ആണ്ട ഈ പ്രാവശ്യം മക്കള് ഫസ്റ്റ് മേടിക്കണം. അങ്ങനെയെങ്കിലും കഴിഞ്ഞ വർഷത്തെ ആ പഴംപൊരിയുടെ പരാതി അങ്ങ് തീരുവല്ല. പക്ഷിസങ്കേതത്തിൽ നിന്ന് കൂട്ടം തെറ്റി വന്ന ഏതോ ഒരു വേളിക്കൊക്ക. ഞാൻ വേളിക്കൊക്കും കാക്കയൊന്നുമല്ല. എന്നെ മനസ്സിലായില്ല? ഇല്ല, ഞാൻ കമ്പോസർ ഇളംകുളം. മക്കൾക്ക് മനസ്സിലായ? കമ്പോസ്റ്റ് വളം. കമ്പോസ്റ്റ് വളം അല്ലെന്ന്, ഡാൻസ് കമ്പോസർ ഇളംകുളം. ഈ കൊച്ചിനെ ഡാൻസ് പഠിപ്പിക്കണമെന്നേ കൊച്ചിന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു. ആ ഡാൻസ് പഠിപ്പിക്കാൻ ആളാണ് ഞാൻ. ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴേ ഇത്തിരി റെസ്പെക്ട് ഒക്കെ കൊടുക്കാം കേട്ടോ. നിന്റെ അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞ വീട്ടിലേക്ക് ഗോസ്റ്റിനെ പറഞ്ഞു വിടുന്ന കാര്യം അല്ലേ? ഗോസ്റ്റ് ചേട്ടാ, ഞാൻ വന്നപ്പം പോലെ കളവാ നിങ്ങൾ എന്നെ കയറി മാന്തുന്നുണ്ടോ? മര്യാദക്കിരുന്നല്ലേ എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും കേട്ടോ. ഞാൻ അടുത്തറിയാമോ? അതിർത്തിയിൽ കാവൽ നിൽക്കുന്നവനാണ്. പട്ടാളക്കാരനായിരുന്നു പറയണ്ടേ? ഇത് പട്ടാളക്കാരനൊന്നുമില്ല. അപ്പുറത്തെ വീട്ടിലെ പിള്ളേര് മാങ്ങ പറിക്കാതിരിക്കാൻ വേണ്ടിട്ട് വീട്ടിന്റെ അതിർത്തി കയറി മയിൽക്കൂറ്റി പോലെ കയറി എങ്ങും നിൽക്കും. ഓ, അപ്പൊ മാമ്പഴത്തിന് കാവൽ നിൽക്കുന്ന മലയണ്ണൻ. അല്ല, എനിക്ക് ഈ കൊച്ചിനെ ഡാൻസ് പഠിപ്പിക്കണമെങ്കിൽ ആഴ്ചയിൽ 5000 രൂപ വെച്ച് എനിക്ക് ഫീസ് തന്നേ പറ്റൂ. 2 വർഷത്തെ ഫീസ് ഉണ്ടെങ്കിലേ ഞാൻ എന്റെ കൊച്ചിനെ എൻട്രൻസ് എഴുതിയിട്ട് MBBS വഴി അങ്ങ് ഡോക്ടർ ആക്കിയാനാ. മനസാക്ഷി വേണോടാ. എന്നാ ഞാൻ പോകുമ്പോ എനിക്ക് ഇത്തിരി മനസാക്ഷി പൊതിഞ്ഞു തരണേ. എന്റെ പിള്ളേർ വിശക്കുമ്പോ മനസാക്ഷി പുഴുങ്ങി കൊടുക്കാം. മനുഷ്യ, എനിക്ക് ചെലവും എനിക്ക് കുടുംബം ഒക്കെ ഉണ്ട്, എനിക്ക് ജീവിക്കണ്ടേ. മാത്രമല്ല ഈ സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞാലേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാര സംഭവമല്ല. ഇത് പഠിക്കണമെങ്കിൽ ഒരുപാട് ചെലവുണ്ട്. മാത്രമല്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് പഠിക്കാനും പറ്റത്തില്ല. നീ കൊണ്ട് കൂടുതൽ ഉണ്ടാക്കണ്ട. ഞാനേ പഴയ അക്രോബറ്റിക്കാരനാ. എനിക്ക് കണ്ടപ്പോഴേ തോന്നി പഴയ ആക്രി വർക്കുകാരൻ. ആക്രി വർക്കാരനല്ല, അക്രോബറ്റിക് ഡാൻസുകാരനാണെന്ന്. ഈ തള്ളിയെ കണ്ണും വെച്ചു. അത് ചില സമയത്ത് എനിക്ക് വികാരം വരുമ്പോഴേ ഇത് ചോദിക്കാതെ തള്ളി വരും. കയറി ഭാഗത്തോട്ട് ഞാൻ ഈ തറയിൽ ഒരു കുതിപ്പ് കുതിച്ചിട്ട് മേളിൽ ചെന്നാട്ടല്ലോ 1.5 മിനിറ്റ് നിന്ന് കറങ്ങും. അറിയാവോ? ഈ അടുത്ത കാലത്ത് പഞ്ചായത്ത് മേളയ്ക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു കുതിപ്പ് ഞാനങ്ങ് കുതിച്ച് 1.5 മണിക്കൂറാണ് ഞാൻ മേളിൽ നിന്ന് കറങ്ങിയത്. പിന്നെ എങ്ങനെ താഴെ ഇറങ്ങി? അവസാനം ഫാന്റെ സ്വിച്ച് ഓഫ് ചെയ്ത് കമ്പിന് കുത്തി താഴെ ഇട്ട അപ്പൂപ്പനെ. കറങ്ങുമായിരുന്നില്ലയോ? പിന്നെ എനിക്ക് ഈ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ അറിയാം. പക്ഷെ ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിക്കുന്നതാണ് ഈ ആക്രോബാറ്റിക്കും കൂടെ പഠിച്ചാൽ കൊള്ളാവുന്ന. അത് പഠിക്കണമല്ലേ? മെയ്യിന് നല്ല വഴക്കം വേണം. മെയ് വഴങ്ങണം. അപ്പൊ ഈ മെയ് ഒന്ന് വഴക്കിയെടുക്കാനായിട്ട് എന്ത് ചെയ്യും?
ചെയ്യണം? ഇതാ ഇതിട്ട് തിരുമ്മിയാ മതി. നിങ്ങളുടെ മുതുകിട്ട് തിരുമിയാൽ എന്റെ മീൻ വഴങ്ങും. അതല്ലെന്ന്, ഈ എണ്ണ ഇട്ട് തിരുമ്മിയാ മതിയെന്ന്. ഇതിട്ട് തിരുമിയാൽ വഴങ്ങുവോ? വഴങ്ങും, തിരിയും, ഒടിയും, പെനയും എല്ലാം ചെയ്യും. എന്തോ തെളിവെന്തോ? ഇതിട്ട് തിരുമിയാൽ വളയുന്നുള്ളതിന് തെളിവെന്തോ? എടാ എന്റെ വീട്ടിലെ വാർക്കപ്പടിക്ക് 32 ഇഞ്ചിന്റെ കമ്പി ദാ ഈ എണ്ണ ഇട്ട് തടവിട്ടാ വളഞ്ഞു വന്നത് അറിയാവോ? ഇത് ആര് പഠിപ്പിച്ച്? ആശായി. എന്റെ ദൈവമേ, ഈ വന്ന കാലത്ത് കള്ളം പഠിപ്പിക്കുന്ന ആശാന്മാരുണ്ടോ? അങ്ങനെ സംസാരിക്കാ ചേട്ടാ. എടാ എനിക്ക് ഒരുപാട് ടെക്നിക്ക് അറിയാം. എന്തോ ടെക്നിക്ക്? നീ മുടി ചീപ്പുന്ന എങ്ങനെയാണ്? നിങ്ങൾക്ക് തെറ്റി. ഞാൻ മുടി ചീക്കാറില്ല. അതെന്ത് ചേട്ടാ? ചീപ്പ് അവനെ തെറി വിളിക്കും. മുടി ചീക്കി കഴിഞ്ഞാൽ ഫിഗർ ഔട്ട് ആവുമെന്നാണ് എന്റെ ഹെയർ ഡ്രസ്സർ. നിന്റെ കേസ് ഇവിടെ. ഈ മനുഷ്യരെങ്ങനെയാണ് മുടി ചീപ്പ്? മനുഷ്യര് സാധാരണ കൈവച്ച് ഇങ്ങനെ ആണല്ലേ? ഞാൻ കാല് വെച്ചാണ് മുടി ചീപ്പ്. കള്ളത്തരം പറയും. തന്നെന്ന്. നീ നടക്കുന്ന എങ്ങനെയാണ്? ഞാൻ കാലം കൊണ്ട് ഇങ്ങനെ. ഞാൻ കൈവരൽ കുത്തിയാണ് നടക്കുന്നത്. തല്ലെന്ന് സത്യം. എടാ ഞാനേ നിന്റെ ഈ സിനിമാറ്റിക് ഡാൻസ് എനിക്ക് നല്ലോണം അറിയാം. നല്ലോണം അറിയാം. 2 സ്റ്റെപ്പ് കാണിച്ചു തരാം. അടുക്കള മുറ്റത്തോട്ട് ഇറങ്ങുന്നു. അതല്ലെന്ന്, സിനിമാറ്റിക് ഞാൻ ഡിസ്കോടെ 2 സ്റ്റെപ്പ് കാണിച്ചു തരാന്ന്. ഡിസ്ക് ഒക്കെ കാണിച്ചോ, പക്ഷെ ഡിസ്ക് തെറ്റി ഇവിടെ കിടക്കരുത്. അതൊന്നുമില്ല. കാണിച്ചോട്ടെ. അപ്പൊ അവിടുന്ന് ഡാൻസ് തുടങ്ങുമ്പോ പാട്ടിടണം കേട്ടാ. ആക്ഷൻ കോമഡിയുടെ ആളാ. ഇട്ടോ. ആകാശമറിയാതെ സൂര്യനുണരുന്നു അമ്മേ. ഇതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതല്ലേ? ഇതൊക്കെ എടി ഞാൻ സ്ഥിരമായിട്ടിരുന്ന പാട്ടില്ലേ? ഓ മറ്റേ പാട്ട്. ഞാൻ ഇപ്പൊ ഇട്ടേരാ. G-I-S-C-O Disco Disco ഡിസ്കോ ഡിസ്കോ G-I-S-C-O Disco Disco ഡിസ്കോ ഡിസ്കോ സ്വർണ്ണത്താമരക്കിളിയേ തങ്കത്താഴിക കൂടവേ ഉള്ളിലാനന്ദത്തിൻ അയ്യോ അയ്യോ ഊപ്പാടുന്നു മനുഷ്യൻ ഊപ്പാടുന്നേ. എനിക്കറിയണം. ഈ പുള്ളിയോടാണോ നീ ജീവിക്കുന്നത്? നിന്റെ ജീവിതം പോകും. അയ്യോ അയ്യോ, അതെടുത്ത് കുടിച്ചോ. എന്തോന്ന് കോളേടാ ഇത്? നെഞ്ച് ഭയങ്കര എരിച്ചിൽ. അത് കോളേജ് ജ്യൂസ് ഒന്നും അല്ലെന്ന്. പെട്രോൾ തീർന്ന് എന്റെ ബൈക്ക് വഴിക്കിരിക്കുക. തിരിച്ചു പോകുമ്പോ അതിനെ തൊഴിക്കാനായിട്ട് പെട്രോൾ വാങ്ങിച്ചു വെച്ചേക്കും. ഞാനിപ്പോ എന്ത് ചെയ്യും? അപ്പൊ പെട്ടെന്ന് കുറച്ചു ദൂരം ഓട്. എന്തിന്? അപ്പൊ എന്റെ മൈലേജ് എത്രന്നറിയാലോ? മാറി ഞാൻ ഓടി എവിടെങ്കിലും മറിഞ്ഞു വിടാ. എന്തോ ചെയ്യും? വീണാലും ഒന്നും പേടിക്കണ്ട. ചരിച്ചിട്ട് കിക്കറിന് 2 ചവിട്ടി ഞാൻ എടുത്തോണ്ട് വന്നോളാം. കിക്കറിന് അടിച്ചെടുക്കാൻ ഞാന് ലംബോദരൻ എന്റെ പേര്, അല്ലാതെ ലാംബി സ്കൂട്ടർ എന്നല്ല. അയ്യോ, അടിപൊളി സാധനം ഇത്. ഡാമ് പൊട്ടി. അയ്യോ, ഡാം പൊട്ടിയേ. പിള്ളേരെ വിളിച്ചോണ്ടിറങ്ങി ഡാം പൊട്ടിയെന്ന്. കൊച്ചു ഓട് വെച്ചാ ഡാം പൊട്ടിയെന്ന്. മുടിയിൽ 16 കളർ അടിച്ചവരെ ആ ഡാമ് പൊട്ടിയതല്ല. എന്റെ കൊച്ചിനെ ശാസ്ത്രമേളയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ച ഡാമ നീ പൊട്ടിച്ചത്. ദൈവമേ, ഇനി എന്റെ ശാസ്ത്രമേളയ്ക്ക് എന്റെ കൊച്ചെങ്ങനെ സമ്മാനം മേടിക്കും? അണ്ണാ ഒന്നും പേടിക്കണ്ട. കൊച്ചിനെ ശാസ്ത്രമേളയ്ക്ക് സമ്മാനം കിട്ടിയാ മതിയല്ലോ. മതി. ഇത് ഇതുപോലെ അങ്ങോട്ട് കൊണ്ട് കാണിച്ചാ മതി. കൊച്ചിന് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടും. എടാ കൊച്ചി ഇതിനെ ഇതുപോലെ കൊണ്ട് കാണിച്ചിട്ട് എന്തോന്ന് പറയും? ഒരു ഡാം പൊട്ടിക്കഴിഞ്ഞാൽ പരിസരത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ കാണിക്കുന്ന മിനിയേച്ചർ അങ്ങനെ പറഞ്ഞാൽ മതി. ഫസ്റ്റ് പ്രൈസ് കിട്ടും. സേവ് ദ ഡാം. നല്ല അടിപൊളി സ്കിറ്റായിരുന്നു. നല്ലൊരു കൈഡി. എനിക്ക് വയ്യ സീനിയേഴ്സിന്റെ കൂടെ ഒക്കെ സ്കിറ്റ് കളിച്ച് ജാട ചേട്ടാ. ഷോബായ്, അജേഷ്, ദേവി മോളെ, നല്ല സ്കിറ്റായിരുന്നു. നല്ലൊരു കൈഡി. പ്രത്യേകിച്ച് ദേവി മോൾക്കാണ് ഇന്നത്തെ കൈഡി മുഴുവൻ. കാരണം സീനിയേഴ്സ് ആയിട്ടുള്ള 2 അങ്കിളുമാരുമായിട്ട് നിന്ന് പൊളിച്ചടിക്കും മോൾ കേട്ടോ. നന്നായിരുന്നു. നന്നായിട്ട് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു. നല്ല 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 എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ദേവി മോള് നന്നായിട്ട് ചെയ്തു. ഓക്കെ. ഇനി കിഷോബായും അജേഷ് പിന്നെ കുറച്ച് സ്പീഡ് കൂടിയതുപോലെ എനിക്ക് തോന്നി. മൊത്തത്തിൽ ഒരു വല്ലാത്ത സ്പീഡ്. കിഷോബായി ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഭയങ്കര ഒരു സ്പീഡ് ഫീൽ ചെയ്തതുപോലെ എനിക്ക് തോന്നി. അജേഷ് ആണെന്നുണ്ടെങ്കിലും ഒരു സ്ഥിരം ഇപ്പം അജേഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടർ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു ഓവർ ഡു നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. ഞാൻ വന്ന് ഇവരുടെ സ്പീഡിലോട്ട് കയറുക. കയറിയിട്ട് കുറച്ചൊരു ഓവർ ഡു തോന്നി. നമുക്ക് എവിടെയൊക്കെയോ ഒരു തമാശകളുടെ കുറവായിട്ട് തോന്നിയായിരുന്നു കിഷോബായി. നല്ലൊരു പൊട്ടിച്ചിരിയോ അല്ലെങ്കിൽ നല്ലൊരു ചിരിയോ ചിരിക്കേണ്ട സാധനങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ദേവി മോളും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് രസമായിരുന്നു. ദേവി മോള് സീനിയേഴ്സിന്റെ ഒക്കെ ഒപ്പം ഒരു സ്കിറ്റ് ചെയ്യുന്ന കണ്ടതിൽ ഒരുപാട് സന്തോഷം. അതെ കറക്റ്റ് ക്യാരക്ടർ. അവളുടെ അതേ സ്വഭാവത്തിന് ക്യാരക്ടറായിട്ട് നന്നായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നന്നായിരുന്നു. ഇനിയും ഗംഭീര സ്കിറ്റുകളായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. കുഴപ്പമില്ലായിരുന്നു, എന്നാൽ കുഴപ്പമുണ്ടായിരുന്നു. മോളെ, ഈ വലിയവരുടെ കൂടെ സ്കിറ്റ് കളിച്ചിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. നോക്ക്, ഈസി ഏതാണ്? മോളുടെ പ്രായത്തിലുള്ളവരുടെ ചെയ്യുന്നതാണോ അത് ഇവരുടെ കൂടെ ചെയ്യുന്നതാണോ കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നുന്നത്? രണ്ടുപേരോടെ ചെയ്യണത്. അതാണ് നമ്മൾ ചെയ്യുന്ന ജോലി വൃത്തിയാകുക. അത് ആരുടെ കൂടെ എന്നൊന്നും ഉള്ളില്ല.
എന്തായാലും ഇതാ പറഞ്ഞത് ഈ കുഴപ്പങ്ങൾ എന്ന് പറയുന്നത് നല്ല വൃത്തിയുള്ള സ്കിറ്റായിരുന്നു. പക്ഷെ നമുക്ക് വേണ്ട സാധനം അതിൻ്റെ അകത്ത് കുറവായിരുന്നു. ചിരിക്കാനുള്ള സാധനങ്ങൾ കുറവായിരുന്നു. നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ അടുത്ത പ്രാവശ്യം ഒന്നും പോരാ കേട്ടോ, ആഞ്ഞു തന്നെ പിടിക്കണം. നമ്മളിപ്പോൾ ചില ടീമുകൾ ഒരു 70-80 അല്ലെങ്കിൽ 1 വാച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്തതിലേക്ക് വരുമ്പം എന്തെങ്കിലും ഒരു ഉഴപ്പ് അതിൽ കാണിച്ചിരിക്കും. അതിങ്ങനെ ഇവിടെ ആരോ പറയുന്ന പോലെ കേട്ട്, ഞാനിപ്പം ഒരു സ്കിറ്റിൽ 60 അടിച്ചു, ഇനി 20 കൂടി അടിച്ചാൽ ഓക്കെ, ഈ മാസം അങ്ങ് ഫില്ലായി. ആ ഒരു റൂട്ടിൽ പിടിക്കുകയേ ചെയ്യരുത്. ജോലി പൈസ കിട്ടുന്നത് വേറെ കാര്യം, അതല്ലാതെ ഒരു ആർട്ടിസ്റ്റിന്റെ ഉയർച്ചയും വളർച്ചയും അവന്റെ തകർച്ചയും ഒക്കെ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ്, പരീക്ഷണത്തിന്റെ ഉള്ള വേദിയാണിത്. അപ്പം നമ്മൾ എപ്പോഴും നല്ലത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അന്ന് 60 അല്ലെ 70 കിട്ടി, അതുകൊണ്ട് ഇനി ഒരു 10 രൂപയും കൂടെ കിട്ടിയാൽ സംഭവം ഓക്കെ ആയി, ഫില്ലായി എന്നുള്ള ധാരണ വരുത്തുകയേ ചെയ്യരുത്. ഓരോന്നോരോന്ന് ഒന്നിനെക്കാട്ടിൽ മെച്ചപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിനെല്ലാം കഴിവുള്ളവരാണ് നിങ്ങൾ എല്ലാവരും. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ 3 പേരും പല പല ടീമിനുള്ള പല പല കോമ്പിനേഷൻ കളിച്ച ആൾക്കാരാണ്. അപ്പോൾ ആദ്യമായിട്ട് വന്ന് ഒരു കോമ്പിനേഷൻ കളിക്കുമ്പോൾ ചില കാര്യങ്ങൾ സിങ്ക് ആകാതെ പോകുന്ന പോലെ ചില പ്രശ്നം. എനിക്ക് തോന്നുന്നു അതായിരിക്കും ആരും തന്നെ കിഷോർ ഭായ് ഇച്ചിരി വേഗത്തിൽ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ ദൈവങ്ങളാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു. പടപടെ കൗണ്ടറുകളൊക്കെ കറക്റ്റ് സ്പോട്ടിൽ കറക്റ്റായിട്ട് ഏറ്റു. പിന്നെ അജേഷ് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ പഴയ റേഞ്ച് അങ്ങ് കയറ്റി. കാര്യം ഇതൊന്ന് കളിച്ച് കയറ്റണം എന്നുള്ള രീതിയിലേക്ക് വന്നപ്പം കുറച്ച് സാധനങ്ങൾ സ്പീഡായി, കുറേ സാധനങ്ങൾ ലെജിബിൾ ആയില്ല, ഹ്യൂമർ വർക്കൗട്ട് ആകാതെ പോയൊരു സംഭവം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തതിൽ ഇത് പരിഹരിക്കണം കേട്ടോ, പൊളിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പോ നസീർക്ക നമുക്ക് മാർക്സ് കൊടുക്കാം. ഞാനൊരു 5000 രൂപ. 5000 രൂപ. പ്രചോദേട്ടാ? ഞാനൊരു 5000 രൂപ. അപ്പം ടോട്ടൽ 10000 രൂപ. ഷാജൻ ചേട്ടാ? ബാലൻസ് എന്റെ വക. ടോട്ടൽ എമൗണ്ട് 10000 രൂപ. ഇത് പോരാ, നമുക്ക് നല്ല മാർക്ക് വേണം, കുറെ മാർക്ക് വേണം. ഓക്കെ, അപ്പം തകർക്കേട്ടാ. ശരി ചേട്ടാ. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഞാനില്ലാത്ത സമയത്ത് ഒരു പുതിയ ടീം വന്ന് അവർ രണ്ടാമത് പെർഫോം ചെയ്യാൻ വരുന്നു. നിങ്ങളാണ് വിളിച്ചത്, സോണി, സിബി, ജോൺസൺ. നമ്മുടെ ജോൺസൺ പൊളിയാണോ? അന്ന് അവരുടെ സ്കിൽ ഞാൻ അന്ന് നേരിട്ട് കാണണം. 3 പേര് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം. ഇതന്നെ ഫോൺ സൈലന്റ് ആയിട്ട് കിടക്കുമായിരുന്നു. ആരാണ്ട് വിളിക്കുന്നുണ്ടല്ലോ. ഹലോ, ഞാൻ ജയനാമറ്റത്ത് നിന്നാ കേട്ടോ. എന്നാ കാര്യം പറ. സെക്കൻഡ് സൂചിക്ക് എന്നാ വില? സെക്കൻഡ് സൂചിക്ക് ഇപ്പൊ 50 രൂപ. ഇത്തിരി കൂടുതലാ. അത്രയും മെഡിക്കൽ കോളേജ് കൊണ്ട് കാണിച്ചാ മതി. അതല്ല പറഞ്ഞത്, പുതിയതിന് ഇത്രയും വിലയില്ല, പിന്നെ ആ സെക്കൻഡിന്. അയ്യോ, രാവിലെ ഓരോ ഊളകൾ വിളിക്കും മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടി. എന്റെ കുഞ്ഞമ്മനെ നീ ചെറുതാന്നോർത്തോണ്ട് ഞാൻ ക്ഷമിച്ചോണ്ടിരിക്കുക. മര്യാദക്ക് അതിനകത്ത് കയറിക്കട, കാലേ പറഞ്ഞ നിലത്തിന്റെ അടിക്കുള്ളൂ. എടാ ഇവിടെ കയറി ഇരിക്കടാ. നീ എന്നാ ചെറുതാന്നല്ലോ ഞാൻ നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ? എന്നാ പിള്ളേര് ഇവിടെയുണ്ടോ? പിള്ളേരല്ലെന്നേ, ഈ ക്ലോക്കില് കുഞ്ഞു തൂച്ചി ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ആരാ? എന്റെ ദൈവമേ, ഇതെന്നാ കണ്ണി കയറി കുത്തിയിരിക്കുക, ഊരിത്തരണോ? എന്റെ മനുഷ്യ ഇത് കണ്ണി കയറി കുത്തിയതല്ല. ഞാൻ ഈ വാച്ചൊക്കെ നോക്കാൻ നന്നാക്കാൻ വേണ്ടി എടുത്ത ലെൻസ് ആയിരുന്നു ഇത്. ഇതെന്നാടാ ഈ മണ്ണുണ്ണി വാച്ച് സെന്റർ എഴുതി വെച്ചിരിക്കുന്നത്? എന്റെ ദൈവം, അത് മണ്ണുണ്ണി എഴുതിച്ചല്ല. ഈ കട തുടങ്ങിയപ്പോഴേ എനിക്ക് പിള്ളേരുടെ പേരിടണമെന്ന് വലിയ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഞാൻ ചേട്ടന്റെ പിള്ളേരാണ്, ഒന്ന് മനു ഒന്ന് ഉണ്ണി. അത് എഴുതാൻ കൊടുത്തതിന് അവന്മാർ ഇത് തെറ്റിച്ച് എനിക്ക് എഴുതി തന്നെ. അവർക്ക് തെറ്റിയിട്ടില്ലടാ, ഇതാണ് ശരി. അയ്യോ, അത് ഇവിടുത്തെ വലിയൊരു ഗുണ്ടയാ. ആണോ? മൂക്കിന്റെ കുമ്പത്താ ചുണ്ടി. അത് പുതിയ അറിവാണല്ലോ. അവളിന്ന് വന്നിട്ടില്ല. ആര്? ഈ കടയിൽ നിൽക്കുന്ന എന്റെ സ്റ്റാഫല്ലേ വാസന്തി. നന്നാക്കാൻ തന്നെ എന്റെ വാച്ചന്തിയാന്നാ ചോദിച്ചത്. അയ്യോ, അത് ഈ പറഞ്ഞില്ല, അത് എവിടെ പോയി? ആ വാച്ചിന് എന്നായിരുന്നു കംപ്ലൈന്റ്? അതിന്റെ സ്റ്റാഫ് പോയതാ. സ്റ്റാഫല്ല, ഷാപ്പ്. ആഹാ, വന്നവനും കൊള്ളാം നിന്നവനും കൊള്ളാം. സമയം എന്നാടാ? സമയം 3 മണി. അതേ സഹോദരാ, നമ്മൾ കാണുമ്പോ ഒന്ന് ചിരിച്ചു കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഈ ഭൂമിയിൽ എത്ര കാലം നമ്മളൊക്കെ കാണുമെന്ന് ആർക്കാ അറിയാവുന്നത്? ശരിയാ. എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറണം. അതെ അതെ. പിന്നെ മാറി നിന്ന് 2 തെറി അങ്ങ് പറയണം. അതെന്തിനാ? നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി. അയാൾ പോയോ? പോയി, ഇപ്പൊ പോയിയോ? ഇയാൾ എന്തിനു വന്നതാ? ആർക്കറിയാം? നിങ്ങൾ എന്തിനു വന്നാന്ന്? ഞാൻ നന്നാക്കാൻ വന്നതല്ലേ. ആ ബെസ്റ്റ്, എന്റെ വീട്ടുകാരും എന്റെ ഭാര്യയെ നോക്കിട്ട് ഞാൻ നന്നായിട്ടില്ല. പിന്നെയാ നിങ്ങൾ നന്നാക്കാൻ വേണ്ടി പോകുന്നത്. എന്റെ പൊന്നെ, ഈ ക്ലോക്ക് നന്നാക്കാൻ വന്നതാ. എന്നാ പിന്നെ ആദ്യമേ പറയണ്ടായിരുന്നു. എന്നാ പറ്റിയതാ? രാവിലെ ഓടുന്നില്ല.
ഓടുവാണെങ്കിൽ രാവിലെ ഓടണം. അത് കഴിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ മടുത്ത് നമ്മുടെ ഊപ്പാട് പറഞ്ഞു പോകുന്നേ. എന്റെ മുത്തശ്ശിയുടെ കാലത്തുള്ള ക്ലോക്കാ. ആഹാ, അപ്പൊ മുത്തശ്ശിക്ക് വൈകുന്നേരം വേറെ ക്ലോക്ക് ഉണ്ടോ? എന്റെ പൊന്നെ, ഞാൻ ആ ക്ലോക്കിന്റെ പഴക്കം പറഞ്ഞതാ. ആഹാ, മുത്തശ്ശിയുടെ ജീവനുണ്ട് അതിനകത്ത്. ഇത് ക്ലോക്ക് ആണോ അതോ വെന്റിലേറ്റർ ആണോ? അല്ല, പിന്നെ മുത്തശ്ശിയുടെ ആത്മാവ് അതിനകത്തുണ്ടെന്നാ പറഞ്ഞേ. സത്യം പറയാലോ സഹോദര, ഇന്ന് വരെ ഞാൻ ഈ ആത്മാക്കളെ നേരിട്ട് കണ്ടിട്ടില്ല. അല്ല, ഞാനൊന്ന് കാണട്ടെ കേട്ടോ. മുത്തശ്ശിയുടെ പേരെന്താ പറഞ്ഞേ? അല്ലി. അല്ലിന്നല്ലായിരിക്കും, പല്ലിന്നായിരിക്കും. ആടെ പോണം നിങ്ങളുടെ മുത്തശ്ശി. ഒന്ന് വിളിച്ചേ. എന്തിന്? ഈ ഇരിക്കുന്ന 2 മുട്ടയും കൂടെ എടുത്തോണ്ട് പോകാൻ പറ. എന്റെ പൊന്നെ, എന്റെ മുത്തശ്ശി ഉണ്ടല്ലോ സമയം നോക്കിക്കൊണ്ടിരുന്ന ക്ലോക്കാ. വേറുള്ള ഈ ക്ലോക്കിനകത്ത് പിന്നെ സിനിമയല്ലേ കണ്ടോണ്ടിരുന്നത്. ഇത് ശരിയാകുമോ? ഇതിന് എന്തിനാ ശരിയാക്കുന്നത്? വേണമെന്ന് ലെവൽ ചെയ്തിട്ട് കുറച്ച് ഡൈ അടിച്ചാ പോരെ. എടാ, ഞാൻ ഈ മീശയുടെ കാര്യമല്ല പറഞ്ഞത്. ഈ ക്ലോക്ക് ശരിയാക്കി തരുമോന്നാ ചോദിച്ചത്. അത് ഞാൻ നോക്കട്ടെ. ഞാനിങ്ങ വന്നപ്പോഴേ ആ ഷേഡയിൽ ഒരു വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത് കണ്ടു. അത് നിനക്ക് വേണ്ട, എനിക്ക് ഇനി തന്നേക്ക്. അയ്യോ, അത് വാഷിംഗ് മെഷീൻ അല്ല, നമ്മുടെ AC-യുടെ ബോക്സ് ആയിരിക്കുന്ന അവിടെ. ഓ, അത് ശരി. സമയനായി? സമയം 3:30. അത് മുമ്പേ നീ പറഞ്ഞില്ലേ? ഇനി ഇവൻ പറയട്ടെ. 3:30. ആ, ഓക്കെ. പോയോ? പോയി. അതെ, ഒരു സംശയം. ചൂട് കൂടുമ്പോഴേ നീ ആ ഷേഡേ കയറിയാണോ കിടക്കുന്നത്? അറിയാം, AC അവിടെ വെച്ചിരിക്കുന്നതോട് ചോദിച്ചതാ. എന്നാ മണ്ടനാ? മീശയൊക്കെ ഉണ്ട്, ഒരു വിവരവും ഇല്ല. ഒരു വിവരവും ഇല്ലെന്ന്. അതെ, വാച്ച് കെട്ടിയോ? അതിപ്പോ നടക്കുമെന്ന് തോന്നില്ല. വലിയ ആലോചന ഒന്നും ഇതിലായിട്ട് വന്നിട്ടില്ല. എടാ, നീ വാച്ച് കട നടത്തുകയല്ലേ? നിന്റെ കയ്യെ വാച്ച് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അത് എനിക്ക് വാച്ച് ഉണ്ടായിരുന്നു, ഞാനത് അപ്പുറത്തെ കട നന്നാക്കാൻ കൊടുത്തേക്കുവാ. അപ്പൊ ഈ കട നിന്റെ വാച്ച് നീ നന്നാക്കുകയല്ലേ? ഞാൻ നന്നാക്കി കഴിഞ്ഞാലേ എന്റെ ഒരു വാച്ച് നന്നാക്കി കഴിയുമ്പോഴല്ലോ 3 വാച്ചിന്റെ പാർട്സാ സാറിന് മിച്ചം വരാറുള്ളത്. എന്റെ ദൈവമേ, നീ കല്യാണം കഴിച്ചതാണ്? അയ്യോ, എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണേ. എന്നും രാവിലെ ഓർക്കും ഞാൻ കല്യാണം കഴിക്കണമെന്ന്. പക്ഷെ ഞങ്ങളെ അപ്പുറത്തെ സാവുചാട്ടനില്ലേ, ആ പുള്ളി രാവിലെ തുണി അലക്കുന്നതും പാത്രം കഴുകുന്നതും മുറ്റടിക്കുന്ന കണ്ടപ്പോഴല്ലോ എന്റെ ആഗ്രഹം ഞാൻ വേണ്ടാന്ന് വെച്ചു. പൊന്നെ, ഒരു കാര്യം ചെയ്യും, നമുക്ക് പാല് കാച്ചൽ എന്നാ കൊടുക്കാൻ പറ്റും? പാല് കാച്ചൽ നമുക്കിപ്പം ബിരിയാണി കൊടുക്കാം, അതാ ഇപ്പൊ നല്ലതേ. എടാ, ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യമാണ് ചോദിച്ചത്. ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഇതാണ്ട് ഇവിടെ ഇഷ്ടം പോലെ സാധനം ഇരിപ്പുണ്ട്, നോക്കിയാൽ മതി. അപ്പം അതിനൊക്കെ എന്നാ വില വരും? അതിനൊക്കെ ഒരു 500 രൂപ അടുത്ത് വരും. കുറച്ചുകൂടെ റേഞ്ച്? കുറച്ചുകൂടെ ഹൈ റേഞ്ച് മതിയോ? എടാ, ഞാൻ ഈ ഗിഫ്റ്റ് മേടിക്കാൻ ഇനി ഹൈ റേഞ്ച് വരെ പോകണം. അതാണോ ഞാൻ പറഞ്ഞത്? ഗിഫ്റ്റിനോട് വില കൂടി സാധനം വേണോ എന്നാണ് ചോദിച്ചത്. ഓ, അത് ശരി. അപ്പൊ അത് നല്ല ക്ലോക്ക് ആണല്ലോ, അതിനെന്നാ വില വരും? അയ്യോ, അത് വർക്കല്ല. എടാ, വർക്കലയാണേലും കോട്ടയാണേലും എനിക്കൊരു പ്രശ്നമൊന്നും അല്ലെന്ന്. അതല്ല പറഞ്ഞത്, ആയിരിക്കുന്ന ക്ലോക്ക് വർക്കല്ല. ഓ, അത് ശരി. എടാ, എനിക്കൊരു മണ്ടത്തരം പറ്റി കേട്ടോ. ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ? അല്ല, എനിക്ക് ഇന്നലെ ഇച്ചിരി ഈസ്റ്റ് കഴിക്കേണ്ടതായിരുന്നു. അതെന്നത്തിന്? നിന്നെ 2 പുളിച്ച തെറി പറയാം. ഞാൻ വന്നപ്പം മുതൽ നീ എന്നോട് തുടങ്ങിയതാണ്. എന്റെ ചേട്ടൻ ഇങ്ങനെ ചൂടൊന്നും വേണ്ട. ഇന്ന് വൈകിട്ട് ചേട്ടൻ ഇങ്ങോട്ട് പോയി ഞാൻ ഇത് ശരിയാക്കി വെച്ചേക്കാം. വാച്ച് ശരിയാക്കി വെക്കണം. എടാ, എന്നാന്നറിയാവോ, നാളെ എന്റെ വൈഫിന്റെ ബർത്ത്ഡേ. അപ്പം വൈകിട്ടൊരു ഗിഫ്റ്റും ഒക്കെ മേടിക്കണം. വൈഫിന്റെ പേരെന്ന്? രമ. ഹാപ്പി ബർത്ത്ഡേ രമക്കുട്ടി, എന്റെ എല്ലാവിധ ബർത്ത്ഡേ ആശംസകൾ. ചക്കര മുത്ത ഉമ്മ. ഞാൻ പോലും ഇങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ. അതാ വന്ന ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാ. ഫ്ലോ ഒന്നും വേണ്ട. നമ്മുടെ രമക്കുട്ടിക്ക് എന്നാ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നേ? എടാ, അതിപ്പോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഞങ്ങളുടെ അയൽവക്കത്ത് ഇവിടെ ഒരു കൂട്ടുകാരത്തി സിന്ധു എന്നും പറഞ്ഞ് ഉണ്ട്. എനിക്കറിയാം സിന്ധുവിനെ. നമ്മുടെ ടൗണിലെ കടയിൽ ഈ പൂക്കടയുള്ള സുഗുണൻചാട്ടന്റെ ഭാര്യ സിന്ധു അല്ലേ? നീ അറിയുവോ? പിന്നെ എന്റെ സിന്ധുവിനെ എനിക്കറിയത്തില്ല. അല്ല, സുഗുണൻചാട്ടന്റെ ഭാര്യ സിന്ധുവിനെ എനിക്കറിയത്തില്ലേ? ആ സിന്ധുവിന്റെ ബർത്ത്ഡേക്ക് സുഗുണനുണ്ടല്ലോ പൂക്കള് കൊണ്ട് അവളെ അഭിഷേകം ചെയ്യുകയായിരുന്നു. കണ്ടു പഠിക്കും. സ്നേഹമുള്ള ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് അങ്ങനെ പലതും ചെയ്തു കൊടുക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എടാ, എനിക്ക് ആസിഡിന്റെ ബിസിനസ് അല്ലേ. അതെ, എനിക്കൊരു വാടക വീട് വല്ലതും കിട്ടാൻ വഴിയുണ്ടോ? വാടക വീട് കിട്ടും. 2000 രൂപ വാടക, 4000 സെക്യൂരിറ്റി. അയ്യോ, 2000 രൂപയ്ക്ക് വാടകയ്ക്ക് ഞാൻ ഈ വീട് എടുത്തിട്ട് 4000 സെക്യൂരിറ്റിയെ കൊണ്ടുപോയി നിർത്താൻ അതിനകത്ത് എന്നാ നീതി പുഴുങ്ങി വെച്ചേക്കുവാ. എടാ, നീ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? ഞാൻ തറവാട്ടിലാണ്. അപ്പൊ പിന്നെ അവിടെ തന്നെ അങ്ങ് താമസിച്ചാ പോരെ? ഈ തറവാടെന്ന് പറഞ്ഞാല് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഷാപ്പിന്റെ പേരാ. എടാ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാന്ന്? നിന്റെ അമ്മ മരിച്ചിട്ട് നിന്റെ വിദേശത്തുള്ള നിന്റെ അച്ഛനെ അറിയിക്കാൻ തന്നെ. അതെന്നാ സംഭവം എന്നറിയാവോ? ഞങ്ങളുടെ അച്ഛൻ നാട്ടിൽ വരുമ്പോഴേ അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഓർത്തോണ്ട് ഞാൻ മനഃപൂർവ്വം അറിയിക്കാതിരുന്ന. നല്ല മകനാണ്. 4 മണിയായി. എന്നോട് ഞാൻ ചോദിച്ചായിരുന്നോ സമയം? സമയം എത്രയായി? 3:55.
എന്തിനാ എന്നെ തല്ലുന്നത്? 5 മിനിറ്റ് നീ എന്തിനാണ് ആ കൂട്ടി പറഞ്ഞത്? അല്ല കുറച്ചു നേരമായില്ലോ, ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് പോണു, സമയം ചോദിക്കുന്നു, എന്തുവാ കാര്യം? ഞാൻ വന്നേ പറ. ഞാൻ എന്റെ വാച്ച് നിന്റെ കടയിലല്ലേ നന്നാക്കാൻ തന്നത്. അതെ. പിന്നെ ഞാൻ എവിടെ പോയി ആടാ ചോദിക്കണ്ടേ? ഞാനാടാ ചോക്ക് വെച്ചെറിഞ്ഞത്. അല്ല, എന്റെ 2 പല്ല് പറഞ്ഞു പോയതാണ്. മനു ഉണ്ണി വാച്ച് സെന്ററിന് നല്ലൊരു കൈഡി. നസീർക്ക, ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യമല്ലേ വരുന്നത്? അതെ. ആദ്യത്തെ എപ്പിസോഡ് കണ്ടായിരുന്നോ? കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം, വീട്ടുകാരുടെ അഭിപ്രായം ഒക്കെ എന്താണ്? നല്ല അഭിപ്രായം. എന്തെങ്കിലും അവർ പറഞ്ഞോ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരണം, എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണം എന്നൊക്കെ നാട്ടുകാർ കണ്ടിട്ട് പറഞ്ഞോ? പറഞ്ഞു. എന്താ പറഞ്ഞേ? അവരെ കുറച്ചുകൂടെ നന്നാക്കാനുണ്ടെന്ന് അവർ പറഞ്ഞു. കാരണം അഭിനയത്തിലൊന്ന് ശ്രദ്ധിക്കണം, കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഇത് പിടിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഈ സ്കിറ്റിൽ എന്താ ഒരു പുതിയ സബ്ജക്റ്റ് ആയിരുന്നു വാച്ച് റിപ്പയറിങ്ങിന് വേണ്ടി കൊണ്ടുവരുന്നത്. ഒരുപാട് സാധനങ്ങൾ ചെയ്തെടുക്കാനുള്ള ഒരു മേഖലയുമാണത്. റയറായിട്ടേ ഉള്ളൂ വാച്ച് റിപ്പയറിങ്ങിൻ്റെ എപ്പിസോഡുകളൊക്കെ വരാറുള്ളൂ. അപ്പോൾ അതിനകത്ത് നല്ല തമാശകൾ നിറയ്ക്കണം, കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആകണം, അഭിനയത്തിൽ കുറച്ചുകൂടെ ലൈവായിട്ട് ചെയ്യാനായിട്ട് നോക്കണം. ശ്രമിക്കുകയല്ലേ അതിന്? പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് നല്ലൊരു സ്കിറ്റുമായിട്ട് വീണ്ടും വരണം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ. സോണി, സിബി, ജോൺസാ, എനിക്ക് ശരിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കിറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ കളിച്ചതിൽ ജോൺസണൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര എനർജി ആയിരുന്നു. ഇത്തവണ എന്താണ് പറ്റിയത്? ഞങ്ങളൊന്ന് ലൈഫ് പിടിക്കാൻ നോക്കിയതാ. ലൈഫായിരുന്നു. അല്ല, കഴിഞ്ഞോടെ ഭയങ്കര രസമായിരുന്നു, മൂഡ് ഭയങ്കരമായിരുന്നു. നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ പറയുകയും ചെയ്തു, അവർ കൊള്ളാം, പുതിയ ടീം കൊള്ളാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, നീ നിങ്ങൾ എന്താണ് ജോൺസണിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു സംഭവം അതിനകത്ത് വന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നല്ല രസമുണ്ട്. എന്താണ് ലൈഫ് എന്ന് പറയാൻ എന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങൾ റിഹേഴ്സൽ കറക്റ്റായിട്ട് ചെയ്തതല്ലേ? അല്ല, റിഹേഴ്സൽ ശരിക്കും ശകലം കുറവുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളൊന്ന് ഒരു ഇളകി കളിച്ചൊരു കളിയുണ്ട്. ആ കളി നിങ്ങൾ 3 പേരും ഇപ്രാവശ്യം കളിച്ചില്ല. അത് നമുക്ക് വലിയ വിഷമമായി. ഇനി ഇളകി കളിക്കുന്ന സ്കിറ്റുമായിട്ട് ഞങ്ങൾ വരും, തീർച്ചയായിട്ടും വരും. നല്ല സൂപ്പറായിട്ടുള്ള സ്കിറ്റുമായിട്ട് വരും. അടിപൊളി. എന്തായാലും അടുത്ത പ്രാവശ്യം വളരെയധികം ശ്രദ്ധിക്കുക, നന്നായിട്ട് പെർഫോം ചെയ്യണം, ഇളകി കളിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട്. അപ്പോൾ 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു പ്രചോദേട്ടാ. ഷാജൻ ചേട്ടാ. സോണി, സിവിച്ച, ജോൺ ചേട്ടാ, നമ്മൾ കഴിഞ്ഞ തവണ നിങ്ങളെ കണ്ടതിൻ്റെ ആ ഒരു ഓളം, ആ ഒരു ഫ്ലോ നമുക്ക് ഇത്തവണ വന്നില്ല. പല തമാശകളും ഈ ഫലിതബിന്ദുക്കളിൽ നിന്ന് എടുത്തിട്ട് അത് കണക്ട് ചെയ്ത് നിൻ്റെ അമ്മച്ചി ആൻറ്റി അവിടെ പോയെന്ന് പറഞ്ഞിട്ട് അത് എന്തിനായിരുന്നു? അതായത് ഒരു തമാശ പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന പല സ്ഥലത്തു നിന്ന് കുറേ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് കൊണ്ടിടുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഫീൽ ചെയ്തു. അപ്പോൾ അത് അങ്ങനെ വരാൻ പാടില്ല. അത് എന്താണ്, ഒരു രസമാവില്ല. സ്കിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ലൈഫ് ഉണ്ടാവണമല്ലോ. ഇപ്പോൾ ജോൺസൺ പറഞ്ഞ ഒരു ലൈഫാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആ പറയുന്ന വിഷയത്തിന് തന്നെ നമുക്കൊരു കണക്റ്റ് ഉണ്ടാവണം, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. എന്നാലല്ലേ മൊത്തത്തിൽ നിങ്ങളുടെ പ്ലേയിലും നിങ്ങളുടെ ആക്ടിങ്ങിലും ഒക്കെ ലൈഫ് വന്നാൽ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പം അതൊക്കെ മാറ്റി നല്ല അത്യാവശ്യം ചിരിയും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളായിട്ട് വരണം. ഓക്കെ, തീർച്ചയായും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. ഇവരുടെ സ്കിറ്റിന്റെ മാർക്സ് പ്രചോദേട്ടാ. ഞാൻ ഒരു 4000 രൂപ. ഷാജൻ ചേട്ടാ. ഞാനൊരു 5000 രൂപ കൊടുത്തിട്ട് ടോട്ടൽ 9000. ടോട്ടൽ എമൗണ്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് അയച്ചോ. വാച്ച് കുറച്ച് ടോട്ടൽ എമൗണ്ട് 20,000 രൂപ. ഓക്കെ, അപ്പം ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും പറയുന്ന പോലെ ഉഷാറായിട്ട് അടുത്തൊരു അടിപൊളി വിഷയമായിട്ട് കുറെ ചിരിപ്പിക്കാനുള്ള ഐറ്റമായിട്ട് വരും. ഓക്കെ, എല്ലാവരോടും അന്വേഷണം പറയാം. തീർച്ചയായിട്ടും. താങ്ക് യു ചേട്ടാ. അടുത്ത പ്രാവശ്യം ചുള്ളനായിട്ട് വരും. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഇത് ഐറ്റം വേറെയുടെ സമയം കഴിഞ്ഞു. അപ്പൊ തൽക്കാലം ഇന്നത്തെ സുഖം മതി. നാളെ സൂക്ഷിക്കാൻ ബാക്കി അടുത്ത എപ്പിസോഡിൽ സൂക്ഷിക്കാം. അപ്പൊ നമ്മൾ ഇതുപോലെ ഉഗ്ര നൈറ്റുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.